വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ഫലസ്തീനിന്റെ ഭൂരിപക്ഷം ഭാഗം, അതായത് വെസ്റ്റ് ബാങ്ക് മുഴുവനായും കൈയടക്കുന്നതിനുള്ള ഒരു ബില്ല് ഇസ്രയേലി പാർലമെന്റിൽ പ്രാഥമികമായി പാസ്സായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത്. വളരെ കാലമായി നമുക്കറിയാം ഗാസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും അങ്ങനെ തുടങ്ങി ഫലസ്തീനിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇസ്രയേലിന്റെ കൈപ്പിടിയിലാക്കുകയും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന UN മുന്നോട്ട് വെച്ച ഒരു അംഗീകാരത്തെ കാറ്റിൽ പറത്തുകയും ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ആഗ്രഹം വളരെ കാലമായി ഉള്ളതാണ്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിലക്കിനെ തുടർന്നൊക്കെ ഇതിങ്ങനെ നീണ്ടു പോകുകയാണ്. ഇസ്രയേലിന് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെയുണ്ട്. അതിൽ ആദ്യം പിടിക്കുന്നത് ഫലസ്തീൻ്റെ ഈ പ്രദേശങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതിനുശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇസ്രയേൽ വികസിക്കുമെന്നാണ് ഈ ഗ്രേറ്റർ ഇസ്രയേലിനെ വിശകലനം ചെയ്യുന്നവർ പറയുന്നത്. ഏതായാലും ഈ ഒരു ബില്ല്, അതായത് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും ഇസ്രയേൽ കൈവശപ്പെടുത്തുക എന്ന് പറയുന്ന ഈ ബില്ല് ഇസ്രയേലി പാർലമെന്റായ നെസറ്റിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ തലവൻ, അതായത് നോം പാർട്ടിയുടെ തലവൻ MK ആവിമോസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 120 സെനറ്റ് അംഗം നെസറ്റിൽ ഇന്നലെ ഈ ബില്ലിന് ലിക്വിഡ് പാർട്ടി, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി ഇതിന് എതിരെ നിന്നെങ്കിൽ പോലും ഈ ബില്ലിനെ കാര്യമായി സെനറ്റർമാർ അത്ര പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ 49 അംഗങ്ങൾ മാത്രമേ ഈ ബില്ല് വോട്ടെടുപ്പിനിട്ടപ്പോൾ നെസറ്റിൽ പങ്കെടുത്തുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ 24 എതിരെ 25 വോട്ടുകൾക്ക് ഈ ബില്ല് പ്രാഥമികമായി നെസറ്റിൽ പാസ്സായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതൊരു ചെറിയ വാർത്തയല്ല. അതായത് വെസ്റ്റ് ബാങ്ക്, ഫലസ്തീൻ്റെ പ്രദേശം പൂർണ്ണമായും കൈയടക്കുവാൻ ഇസ്രയേലിന് അധികാരം നൽകുന്ന ഒരു ബില്ല് ഇസ്രയേലിൻ്റെ നെസറ്റിൽ പ്രാഥമികമായി പാസ്സായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിയും ഇതിന് എതിരെ നിൽക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളും യൂറോപ്പും ഒക്കെ ഇതിന് എതിരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു റെഡ് ലൈൻ ആണെന്ന് ട്രംപ് പ്രതികരിച്ചു എന്നുള്ളതാണ്. അതായത് മുമ്പ് തന്നെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി പറയവേ വെസ്റ്റ് ബാങ്ക് കൈയടക്കുവാൻ ഒരിക്കലും ഞാൻ ഇസ്രയേലിനെ അനുവദിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപിന്റെയും അമേരിക്കയുടെയും ഒക്കെ മനസ്സിൽ ഇത്തരത്തിൽ ഇസ്രയേലിനെ വലുതാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ട്രംപിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം മൂലം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിന്, അതായത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ആശയത്തിന് തന്നെ എതിരായ ഈ ഒരു ഫലസ്തീൻ രാഷ്ട്രം ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുന്ന ഈ ഒരു ആശയത്തിന് അനുകൂലമായി നിൽക്കാൻ തൽക്കാലം സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.